ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലാഗായിപ്പോയി. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നമ്മൾ നീറ്റ് എക്സാമിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ സിലബസ് മുഴുവൻ കവർ ചെയ്യും. ആരും ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെ ഒരുപാട് കുട്ടികൾ എന്നോട് വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നോട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്, സാറ് നോട്ട് സെൻഡ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് raheez.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് PDF നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ NEET 2020 എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. ആ ടാബിൽ പോയിട്ട് അതിൽ ബയോളജി ആണോ, ഫിസിക്സ് ആണോ, അല്ലെങ്കിൽ കെമിസ്ട്രി ആണോ, ഏതാണ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കവിടെ ലെക്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കാണാം. കരിക്കുലം എന്ന് പറയുന്ന കോഴ്സിൻ്റെ കരിക്കുലം എന്ന് പറയുന്ന ടാബിൽ അവിടെ നിങ്ങൾക്ക് ലെക്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കാണാം. അതിൽ നിന്നും ലെക്ചർ സെലക്ട് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട്സ് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ നോട്ടുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ ആ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നീറ്റ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒമിക്രോണുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷനെ ഒരിക്കലും ബാധിക്കരുത്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഒരു ദിവസവും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ ദിവസവും നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് അത് പഠിക്കണം, ലെക്ചേഴ്സ് കാണണം. അതുപോലെ തന്നെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് ഇനിയുള്ള ലെക്ചേഴ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അതും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകൾ വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നീറ്റ് എക്സാമിൻ്റെ മുന്നേ തന്നെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷെഡ്യൂളിലായിരിക്കും ഇനി നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ നീറ്റ് എക്സാമിൻ്റെ മുന്നേ തന്നെ സിലബസ് മുഴുവൻ കവർ ചെയ്ത് തീർക്കും. അതിൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല. അതിനനുസരിച്ചുള്ള ഒരു ഷെഡ്യൂളായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മുടെ എക്സാം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിപ്പറേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മുടെ എല്ലാ സാധ്യതകളും നോട്ട്സും അതുപോലെ തന്നെ ലെക്ചേഴ്സും അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന മോക്ക് ടെസ്റ്റ് നമ്മൾ എല്ലാ ആഴ്ചകളിലും നടത്തുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിലും യൂണിറ്റുകൾ കവർ ചെയ്ത ശേഷം നമ്മൾ മെഗാ ടെസ്റ്റും നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലും അതുപോലെ യൂട്യൂബ് ചാനലിലുമുള്ള എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ലെക്ചേഴ്സ് വെറുതെ കണ്ടു പോയാൽ മാത്രം പോരാ, അതിൻ്റെ നോട്ട് പഠിച്ച് NCERT വായിച്ച് പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതാണ്. അതെല്ലാം വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക. തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഈ ലെക്ചേഴ്സ് എല്ലാം ഫോളോ ചെയ്ത് നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന നീറ്റ് എക്സാമിൽ നമുക്ക് നല്ല ഒരു റാങ്ക് വാങ്ങാൻ സാധിക്കും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.